നൈനിറ്റാലിലെ സ്നോ വ്യൂ പോയിന്റിലേക്കുള്ള കാർ യാത്ര മനോഹരമായ ഒരു അനുഭവമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2270 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളുടെ ആകർഷകമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. കേബിൾ കാർ അല്ലെങ്കിൽ ടാക്സിയിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാം. സ്നോ വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ വലിയ ബൈനോക്കുലറുകൾ ഉപയോഗിച്ച് കൊടുമുടികളുടെ അടുത്ത കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. കൂടാതെ മനോഹരമായ നൈനിറ്റാൽ തടാകത്തിന്റെയും പട്ടണത്തിന്റെയും കാഴ്ചകളും ഇവിടെ നിന്ന് കാണാം. കാർ യാത്രയുടെ വിവരങ്ങൾ: നൈനിറ്റാൽ പട്ടണത്തിൽ നിന്ന് സ്നോ വ്യൂ പോയിന്റിലേക്ക് കാറിൽ യാത്ര ചെയ്യാം. റോഡ് മാർഗം സ്നോ വ്യൂ പോയിന്റിൽ എത്താൻ ഏകദേശം 20 മിനിറ്റ് എടുക്കും. യാത്രയ്ക്കിടയിൽ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും താഴ്വരകളും മനോഹരമായ കാഴ്ചകളും കാണാം. സ്നോ വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ മഞ്ഞുമൂടിയ കൊടുമുടികളുടെ വിശാലമായ കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. സ്നോ വ്യൂ പോയിന്റിൽ താപനില സാധാരണയായി നൈനിറ്റാലിനേക്കാൾ കുറവായിരിക്കും. അതിനാൽ ആവശ്യത്തിന് ചൂടുള്ള വസ്ത്രങ്ങൾ കരുതുന്നത് നല്ലതാണ്. സ്നോ വ്യൂ പോയിന്റിൽ നിങ്ങൾക്ക് കഫറ്റീരിയകളും മറ്റ് വിനോദ സൗകര്യങ്ങളും ലഭ്യമാണ്. മഞ്ഞുമൂടിയ കൊടുമുടികൾ: നന്ദാദേവി, തൃശൂൽ, നന്ദക്കോട് തുടങ്ങിയ കൊടുമുടികളുടെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാം. മനോഹരമായ നൈനിറ്റാൽ തടാകത്തിന്റെയും പട്ടണത്തിന്റെയും കാഴ്ചകൾ സ്നോ വ്യൂ പോയിന്റിൽ നിന്ന് കാണാം. വലിയ ബൈനോക്കുലറുകൾ ഉപയോഗിച്ച് കൊടുമുടികളുടെ കൂടുതൽ അടുത്തുള്ള കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. ചൂടുള്ള പാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും ആസ്വദിക്കാൻ നിരവധി കഫേകൾ ഇവിടെയുണ്ട്. സന്ദർശന സമയം: സ്നോ വ്യൂ പോയിന്റ് എല്ലാ ദിവസവും രാവിലെ 10:30 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തുറന്നിരിക്കും. ശനിയാഴ്ചകളിൽ അവധിയാണ്. യാത്ര ചെയ്യാനായി കേബിൾ കാർ, ടാക്സി എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. നൈനിറ്റാൽ പട്ടണത്തിൽ നിന്ന് ഏകദേശം 3 കിമി അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 2270 മീറ്റർ ഉയരത്തിലാണ് സ്നോ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. റോഡ് താരതമ്യേന നല്ലതാണെങ്കിലും ചില ഭാഗങ്ങളിൽ കുത്തനെയുള്ള കയറ്റങ്ങളും വളവുകളും ഉണ്ടാവാം. മനോഹരമായ പൈൻ മരങ്ങൾ നിറഞ്ഞ താഴ്വരകളിലൂടെയും വളഞ്ഞുപൊളഞ്ഞ പാതകളിലൂടെയുമുള്ള യാത്ര ആസ്വാദ്യകരമാണ്. യാത്രയ്ക്കിടയിൽ നൈനി തടാകത്തിന്റെയും ചുറ്റുമുള്ള മലനിരകളുടെയും മനോഹരമായ കാഴ്ചകൾ കാണാനാകും. കാർ ഡ്രൈവിംഗിനു മുൻപ് വാഹനത്തിന്റെ അവസ്ഥയും റോഡുകളുടെ നിലവാരവും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സ്നോ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ: സ്നോ വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ മഞ്ഞുമൂടിയ നന്ദാദേവി, തൃശൂൽ, നന്ദക്കോട്ട് എന്നീ കൊടുമുടികളുടെ അതിശയകരമായ കാഴ്ചകൾ ആസ്വദിക്കാം. ഹിമാലയൻ മലനിരകൾ കൂടുതൽ അടുത്ത് കാണുന്നതിനായി വലിയ ബൈനോക്കുലറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രവും ലഘുഭക്ഷണം ലഭ്യമാക്കുന്ന കടകളും കഫേകളും ഉണ്ട്. നൈനിറ്റാൽ നഗരത്തിന്റെയും നൈനി തടാകത്തിന്റെയും ഹെലികോപ്റ്റർ കാഴ്ചയും ഇവിടെ നിന്ന് കാണാനാകും. ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതി സ്നേഹികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരിടമാണിത്. നൈനിറ്റാളിൽ നിന്ന് സ്നോ വ്യൂ: നൈനിറ്റാളിൽ ടാക്സി നിരക്കുകൾ നിങ്ങളുടെ ബജറ്റിന് അനുയോജ്യമായ ടാക്സി സേവനങ്ങൾ നൽകുന്നു. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇവിടെ മഞ്ഞുവീഴ്ച കാണാൻ സാധിക്കുക. സ്നോ വ്യൂ പോയിന്റിൽ പ്രവേശിക്കാൻ ഫീസ് ഇല്ല. ശൈത്യകാലത്ത് താപനില 0 കുറയ്ക്കുക 15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. മൺസൂൺ കാലത്ത് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതുകൊണ്ട് സ്നോ വ്യൂ പോയിന്റ് സന്ദർശിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സ്നോ വ്യൂ പോയിന്റിന് അടുത്തുള്ള മറ്റ് ആകർഷണങ്ങളിൽ ഷെർവുഡ് കോളേജ്, സെന്റ് ജോസഫ് കോളേജ് എന്നിവ ഉൾപ്പെടുന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ വളവുകളിൽ ശ്രദ്ധിക്കുക. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് തയ്യാറെടുക്കുകയും ചെയ്യുക. സ്നോ വ്യൂ പോയിന്റ് നൈനിറ്റാളിലെ ഒരു പ്രധാന ആകർഷണമാണ്. ഉയരം കൂടിയ സ്ഥലമായതിനാൽ ഇവിടം മനോഹരമായ കാഴ്ചകൾ നൽകുന്നു. ഇവിടേക്ക് റോപ്പ് വേ വഴിയോ കാൽനടയായോ എത്താം. ചുറ്റുമുള്ള പർവ്വതങ്ങളും നൈനിറ്റാൽ തടാകവും മനോഹരമായി കാണാം.
ഭക്ഷണത്തിനും താമസത്തിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. സ്നോ വ്യൂ പോയിന്റിൽ ഭക്ഷണത്തിനും താമസത്തിനുമുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇവിടെ നിരവധി ചെറുകിട ഭക്ഷണശാലകളും കഫേകളും ഉണ്ട്. പ്രാദേശിക വിഭവങ്ങളും ലഘുഭക്ഷണങ്ങളും ഇവിടെ ലഭ്യമാണ്. സ്നോ വ്യൂ പോയിന്റിൽ താമസസൗകര്യം കുറവാണ്, പക്ഷേ നൈനിറ്റാൾ പട്ടണത്തിൽ നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ഉണ്ട്. സ്നോ വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര. നൈനിറ്റാൾ പട്ടണത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് സ്നോ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് റോപ്പ് വേ അല്ലെങ്കിൽ കാൽനടയായി പോകാം. റോപ്പ് വേ യാത്രയ്ക്ക് മുതിർന്നവർക്ക് 150 രൂപയും കുട്ടികൾക്ക് 75 രൂപയുമാണ്. 2 വശത്തേക്കും ടിക്കറ്റ് നിരക്ക്. മനോഹരമായ കാഴ്ചകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 2270 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്നോ വ്യൂ പോയിന്റിൽ നിന്ന് നന്ദാദേവി, നന്ദാകോട്, തൃശൂൽ തുടങ്ങിയ ഹിമാലയൻ കൊടുമുടികൾ കാണാം. കൂടാതെ നൈനിറ്റാൾ തടാകത്തിന്റെയും നഗരത്തിന്റെയും മനോഹരമായ കാഴ്ചകളും ഇവിടെയുണ്ട്. വിവിധതരം കായിക വിനോദങ്ങൾ. സ്നോ വ്യൂ പോയിന്റിൽ നിങ്ങൾക്ക് ട്രെക്കിംഗ്, റോക്ക് ക്ലൈംബിംഗ് പോലുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടാം. ഷോപ്പിംഗ്. സ്നോ വ്യൂ പോയിന്റിൽ നിന്നും ഓർമ്മയ്ക്കായി നിരവധി കരകൗശല വസ്തുക്കളും സ്കാർഫുകളും മറ്റും വാങ്ങാം. ഏകദേശം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടം സന്ദർശിക്കാൻ പറ്റിയ സമയം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സന്ദർശനത്തിനായി തിരഞ്ഞെടുക്കുന്ന സമയം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ക്രമീകരിക്കുക. ശരിയായ വസ്ത്രം ധരിക്കുക, കാരണം ഇവിടം താരതമ്യേന തണുപ്പുള്ള സ്ഥലമാണ്. ആവശ്യമായ എല്ലാ സാധനങ്ങളും കരുതുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നൈനിറ്റാളിലെ സ്നോ വ്യൂ പോയിന്റ് മഞ്ഞുമൂടിയ ഹിമാലയൻ കൊടുമുടികളുടെ അതിമനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ്. സ്നോ വ്യൂ പോയിന്റിൽ ചെറിയ കാന്റീനുകളും ചായക്കടകളും കാണാം. ഇവിടെ മാഗി നൂഡിൽസ്, പക്കോടകൾ, ചൂട് ചായ, കാപ്പി തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ ലഭിക്കും. വിശാലമായ ഭക്ഷണശാലകൾക്കായി മാൾ റോഡിലേക്ക് പോകാം. അവിടെ ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന നിരവധി റെസ്റ്റോറന്റുകളുണ്ട്. സ്നോ വ്യൂ പോയിന്റിന് സമീപം ബഡ്ജറ്റ്, മിഡ്-റേഞ്ച്, ആഡംബര വിഭാഗങ്ങളിലായി നിരവധി ഹോട്ടലുകൾ ലഭ്യമാണ്. സ്നോ വ്യൂ പോയിന്റിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്ന നിരവധി ഹോട്ടലുകൾ നൈനിറ്റാളിലുണ്ട്. സ്നോ വ്യൂ പോയിന്റിലേക്ക് മല്ലിറ്റാലിൽ നിന്ന് കേബിൾ കാറിലൂടെ എത്താൻ സാധിക്കും. കേബിൾ കാർ യാത്ര മല്ലിറ്റാലിൽ നിന്ന് സ്നോ വ്യൂ പോയിന്റിലേക്ക് ഏകദേശം 3 മിനിറ്റ് എടുക്കും. മഞ്ഞുമൂടിയ മലനിരകളുടെ മികച്ച കാഴ്ചകൾക്ക് ഒക്ടോബർ അവസാനവും നവംബർ മാസവുമാണ് ഏറ്റവും അനുയോജ്യമായ സമയം. തെളിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശനം നടത്താൻ ശ്രമിക്കുക. തണുപ്പുള്ള കാലാവസ്ഥയായതിനാൽ ആവശ്യത്തിന് തണുപ്പുള്ള വസ്ത്രങ്ങൾ കരുതുക. കുട്ടികൾക്കായി ഒരു അമ്യൂസ്മെന്റ് പാർക്കും ഇവിടെയുണ്ട്. ഹിമാലയൻ കാഴ്ചകൾക്കായി സ്നോ വ്യൂ പോയിന്റിൽ ഒരു വലിയ ദൂരദർശിനി സ്ഥാപിച്ചിട്ടുണ്ട്. Snow View Point in Nainital offers a breathtaking panorama of the Himalayas, accessible by a scenic car journey. The journey itself is enjoyable, winding through the hills and offering glimpses of the town and surrounding landscapes before reaching the viewpoint. At the top, you're rewarded with stunning views of snow-capped peaks like Nanda Devi, Trishul, and Nanda Kot, as well as the Nainital Lake and town. The car journey, the drive to Snow View Point, typically involves a winding road that ascends through the hills, offering a gradual climb and picturesque views along the way. Expect to see lush green hillsides, glimpses of the town nestled below, and the occasional charming village. The road can be narrow and winding in parts, so it's important to drive cautiously. The car journey can take anywhere from 15 to 30 minutes, depending on traffic and road conditions. There is a parking area available at Snow View Point, but it can get crowded, especially during peak season. At Snow View Point, the main attraction is the panoramic view of the snow-capped Himalayas. Binoculars are often available to get a closer look at the peaks. You can enjoy refreshments at the cafes, take photos,
and simply soak in the stunning scenery. There's also a small temple dedicated to Lord Shiva at the viewpoint. While the car journey is the most common way to reach Snow Viewpoint, there's also a ropeway, cable car, available. This is an alternative way to reach the top if you prefer not to drive or hike. Snow Viewpoint, located 2.5 to 3 kilometers from the center of Nainital, Uttarakhand, is one of the highest accessible peaks at 2,270 meters, approximately 7,447 feet, offering panoramic views of the Himalayas and the Nainital region. While there's a popular area ropeway connecting Malital to Snow Viewpoint, the peak is also accessible by a motorable road, allowing for a car journey. The drive takes you through the beautiful terrain surrounding Nainital. While the road is motorable, it can be steep in some sections. It is advisable to check the weather forecast before traveling by car. Especially during monsoons, July-August, when there is a risk of landslides and cloudy skies can obscure the views. Considerations for the car journey: there is no parking available at Snow Viewpoint itself. Visitors driving to the viewpoint will need to park their vehicles in Nainital and then either walk or use the cable car to reach the peak. Driving rules in the region include: no driving under the influence of alcohol, use horn on road bends, do not play loud music, drivers should not wear chappals while driving. Vehicles should not be overloaded. Descending vehicles on a slope should give way to ascending vehicles. Do not overtake without taking pass from the vehicle in front and never overtake an overtaking vehicle. Do not allow any unauthorized or minor person to drive. Give way to vehicles going uphill. Do not drive fast. Lake bridge tax and parking restrictions apply at certain times on Mall Road. Snow Viewpoint attractions: breathtaking views of the snow-capped Himalayan peaks, including Nanda Devi, Trishul, and Nanda Kot, views of Nainital city and the Naini Lake, a small temple dedicated to Dev Mandi, tea stalls, snack vendors, and photographers are available at the viewpoint, a giant pair of binoculars allowing for closer views of the mountain ranges. Nearby attractions: Naina Devi Temple, Tiffin Top, Dorothy's Seat, Mall Road, with its shops, cafes, and local handicrafts. High Altitude Zoo, Eco Cave Gardens, Naina Peak, best time to visit: March to June and September to November offer pleasant weather and clear views. Winters, December-February, can be beautiful for experiencing snow but require warm clothing. Visitors should spend 1 to 2 hours at the viewpoint to enjoy the views and amenities. Snow Viewpoint in Nainital is a popular tourist destination known for its stunning panoramic views of the Himalayas, particularly the snow-capped peaks. While it doesn't offer formal accommodation or extensive food options directly on the viewpoint, there are amenities like tea and snack shops available. For more substantial meals and accommodation, visitors typically need to descend to Nainital town. Food: Snow Viewpoint has small shops that offer tea, coffee, and light snacks like samosas, pakoras, and biscuits. There are no full-fledged restaurants or fine dining options directly on the viewpoint. For a wider variety of food choices, visitors need to travel back down to Nainital town, which offers numerous restaurants, cafes, and eateries catering to different tastes and budgets. Accommodation:
Snow Viewpoint itself is a viewpoint, not a place for lodging. Visitors looking for accommodation need to find hotels, guest houses, or resorts in Nainital town or nearby areas. There's a resort called Viewpoint Resort, located near the trolley station at Snow Viewpoint, offering amenities like a swimming pool, fitness center, and laundry service. However, this is not directly on the viewpoint itself, and it is accessed by a steep road or cable car.